പരിസ്ഥിതി ലേഖകൻ സി റഹീം കൂടി ടെലിഫോണിൽ ചേരുകയാണ്. നമസ്കാരം സർ. ഈ ചൂട് വളരെ കഠിനമായി തന്നെ അനുഭവിക്കുന്നൊരു സമയമാണ് നമ്മൾ ഇപ്പോൾ. ഈ ഒരു അവസ്ഥ ഇതിന് മുൻപുണ്ടായിരുന്ന അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഇത് വല്ലാത്ത തരത്തിലുള്ളൊരു ചൂടാണോ? ഇനിയുള്ള ദിവസങ്ങളും ഇങ്ങനെ തന്നെ ചൂട് കൂടി, അല്ലെങ്കിൽ മഴ പെയ്യുകയാണെങ്കിൽ കൂടുതൽ മഴ ലഭിക്കുന്നു, അത്തരത്തിലേക്കാണോ പ്രകൃതി പോകുന്നത്? എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതിപ്പോൾ ആഗോളതാപനം എന്നൊരു പ്രതിഭാസം കുറച്ച് പതിറ്റാണ്ടുകളായി നമ്മൾ നേരിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പിന്നെ നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ വരും വർഷങ്ങളിൽ ചൂട് അധികരിച്ചു വരും. ഇത് ശാസ്ത്രീയമായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മഴ നമുക്ക് കിട്ടുന്നുണ്ട്, പക്ഷെ ആ മഴയുടെ അളവ് ടോട്ടൽ എടുത്താൽ കുറവാണ്, കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. തീവ്ര മഴ, അതുപോലെ തന്നെ ഹീറ്റ് വേവ്. അപ്പോൾ കേരളം പൊതുവെ പശ്ചിമഘട്ടത്തിന്റെ ഒരു ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു ചെറിയ സംസ്ഥാനമാണ്. നമുക്ക് കടലുണ്ട് തൊട്ടടുത്ത് തന്നെ. ഒരു മിത ശീതോഷ്ണ കാലാവസ്ഥയാണ് നമുക്കുള്ളത്. പക്ഷെ അതിൽ നിന്ന് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു സമീപകാലത്ത്. അപ്പോൾ ചൂട് അധികരിച്ച പ്രദേശങ്ങളിലെ സ്വഭാവം, അതുപോലെ സസ്യജന്തുജാലങ്ങൾ ഇതൊക്കെ നമ്മളുടെ പ്രദേശത്തിലേക്ക് കടന്നു കയറി വരികയാണ്. തീർച്ചയായും അത് നമ്മളുടെ മനുഷ്യരുൾപ്പെടെയുള്ള സർവ്വചരാചരങ്ങളെയും ഇതിന്റെ ഒരു പ്രത്യാഘാതം നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ സ്വഭാവം അധികരിച്ച് വരും. ഇപ്പോൾ നമുക്കറിയാവുന്നതുപോലെ വലിയ തരത്തിലുള്ള പിന്നെ ഈ നമ്മളുടെ കാലാവസ്ഥയിൽ മാറ്റം വന്നു. ഉദാഹരണത്തിന് വലിയ തോതിൽ മലകളില്ലാതാവുന്നു, മണ്ണെടുപ്പ് നടക്കുന്നു, നമ്മളുടെ നീർച്ചാലുകളെല്ലാം അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു, പുഴ ചെറുതായിക്കൊണ്ടിരിക്കുന്നു, നമ്മളുടെ പിന്നെ വികസന രീതികളൊക്കെ തന്നെ ഒട്ടും പ്രകൃതി സൗഹൃദമല്ല. കെട്ടിട നിർമ്മാണങ്ങളെ ഇപ്പൊ ഉദാഹരണത്തിന് കോൺക്രീറ്റ് കെട്ടിടങ്ങളൊക്കെ ചൂട് ശേഖരിച്ച് വെച്ചിട്ട് പുറത്തു വിടും. ടാറ് ചെയ്തിരിക്കുന്ന റോഡുകൾ ഇതുപോലെ ഹീറ്റ് സ്വീകരിച്ച് വെച്ചിട്ട് പുറത്തു കളയും. അങ്ങനെ മനുഷ്യനിർമ്മിതമായ കാര്യങ്ങൾ കൊണ്ട് തന്നെ ചൂട് കൂടുന്നു. പിന്നെ ആഗോളതാപനത്തിന്റെ പ്രത്യാഘാതങ്ങൾ മറ്റൊരു തരത്തില്. ഇത് മനുഷ്യ ശരീരത്തെയും, മനുഷ്യന്റെ പ്രത്യേകിച്ചും കേരളത്തിലുള്ളവർ അങ്ങനെ തീവ്ര ചൂടിൽ ജീവിച്ച മനുഷ്യരൊന്നുമല്ല. അപ്പോൾ നമ്മളുടെ ആരോഗ്യത്തെ വളരെയധികം ബാധിക്കുന്നുണ്ട്. ഇതിന് ഒറ്റയ്ക്ക് നമുക്കൊരു മറുപടി എന്താ ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത് നമുക്ക് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. എന്തായാലും ദീർഘകാലത്തെ പ്രവർത്തനങ്ങൾ ഇതിന് ആവശ്യമാണ്. ഇപ്പൊ വലിയ മരങ്ങളൊന്നുമില്ല. ഇപ്പൊ നമുക്ക് കാണുന്നത് കേരളം പോലെ പശ്ചിമഘട്ടത്തിന്റെ ലോകത്തിലെ തന്നെ അപൂർവമായ ഒരു വനസ്ഥലി ഇന്നൊരു സങ്കല്പം മാത്രമാണ്. നമ്മൾ കാണുന്ന വൃക്ഷങ്ങളിൽ മഹാഭൂരിപക്ഷവും റബ്ബർ മരങ്ങളും ഈ കോറായിട്ടുള്ള ഏരിയകളൊന്നും ഇല്ല. തോട്ടങ്ങളൊക്കെയാണ് കൂടുതൽ മരങ്ങളായിട്ട് നമ്മൾ കാണുന്നത്. ഇതൊക്കെ മനുഷ്യരെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പദ്ധതികൾ നമ്മൾ ആസൂത്രണം ചെയ്യണം. നമ്മളുടെ വികസന സങ്കല്പത്തിലൊക്കെ കാലോചിതമായ മാറ്റങ്ങൾ വരുത്തണം. മനുഷ്യൻ നേരിട്ട് വലിയ തോതിൽ പിന്നെ ചൂട് അനുഭവിക്കാതിരിക്കാനുള്ള മാർഗങ്ങൾ ആലോചിക്കണം. ഇതൊക്കെ ആരോഗ്യ സംരക്ഷണത്തിന്റെ നമ്മളെ നാടിന്റെ നിലനിൽപ്പിന്റെ ഒരു പ്രശ്നമാണ്. ഇപ്പൊ നമുക്കറിയാമല്ലോ, ഇപ്പോൾ അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ചെറിയ അളവിലുള്ളൊരു മാറ്റമാണ് ഇത്ര വലിയ ആഗോള പ്രശ്നമായിട്ട് മാറിയിരിക്കുന്നത്. പക്ഷെ ഇന്നും നമ്മുടെ ഗവൺമെന്റ്, നമ്മുടെ സംവിധാനങ്ങളൊന്നും ഗൗരവമായിട്ട് ഇത് എടുത്തിട്ടില്ല. 2050 ഇത് വളരെ വളരെ രൂക്ഷമാവും. ഇപ്പൊ ക്ലൈമറ്റ് ചേഞ്ചിന്റെ വലിയ പ്രത്യാഘാതമാണ് നമ്മളെ 19ലും 15ലും അനുഭവിച്ച വെള്ളപ്പൊക്കം, ഓക്കി പോലെയുള്ള പിന്നെ അപ്രതീക്ഷിതമായ കൊടുങ്കാറ്റുകള്, പിന്നെ നമ്മുടെ മഴയുടെ തീവ്ര മഴ എന്ന സ്വഭാവം നമ്മൾ അനുഭവിക്കുകയാണ്. ചെറിയ സമയത്തിനുള്ളിൽ ഒരു പ്രദേശത്ത് ശക്തമായ മഴ പെയ്യുക. അപ്പോൾ അത് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങള്, വലിയ തോതിലുള്ള മണ്ണിടിച്ചില്. ഭൂമിക്ക് ഇതൊന്നും താങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ നമ്മളുടെ ജീവിത ശൈലിയിൽ ഇപ്പൊ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് അപ്പുറത്ത് നമുക്ക്
പ്രകൃതി സൗഹൃദമായി ജീവിക്കാനുള്ള ഒരു പരിശീലനം നമ്മുടെ പൂർവികർക്ക് ഒരു പരിധിവരെ അതുണ്ടായിരുന്നു. ഇനി നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തിലൂടെയൊക്കെ ഇത് മാറ്റിയെടുക്കാൻ പറ്റുമോ എന്ന് നമ്മൾ കൂടി ആലോചിക്കേണ്ട ഒരു സമയമാണ്. അപ്പോ മഴ വരും, പക്ഷെ ആ മഴ മുമ്പുണ്ടായിരുന്നിടത്തുള്ള മഴയല്ല. അതാണ് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം. ആ ഒരു 2 ദിവസം പെയ്യേണ്ട മഴ 1 മണിക്കൂറിനുള്ളിൽ പെയ്യും. അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അതുപോലെയാണ് ചൂടിന്റെ നമ്മൾ കാണുന്നത്. പാലക്കാട്ട് കൊണ്ട് ചൂടുണ്ട്, പുനലൂർ ചൂടുണ്ടെന്നൊക്കെ നമ്മൾ അറിഞ്ഞിരുന്നു. പക്ഷെ ഇന്നതല്ല. ആ കാലാവസ്ഥ ഇന്ന് കേരളമെമ്പാടുമായിട്ടുണ്ട്. കാട്ടിനുള്ളിൽ വളരെ ജീവിക്കുന്ന ജീവജാലങ്ങളൊക്കെ ചൂട് സഹിக்க വയ്യാതെ പൊട്ടക്കിറങ്ങി വരികയാണ്. കാട്ടിനുള്ളിലെ പുഴകൾ നേരത്തെ വറ്റുകയാണ്. ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റിന്റെ ഒരു പ്രധാന സംഗതി അതുകൂടിയാണ്. ഗ്രൗണ്ട് വാട്ടർ താണുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ശുദ്ധജലത്തിലേക്ക് ഉപ്പുവെള്ളം കലരുന്നു. ഇതൊന്നും നമുക്ക് കാണാതിരുന്നുകൂടാ. മാലിന്യം വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു. ഇതൊക്കെയാണ് അതേക്കുറിച്ച് പറയാനുള്ളത്. അതാണ് ഈ പറഞ്ഞതുപോലെ നമ്മൾ തന്നെയാണ് ഇങ്ങനത്തെ ഒരു കാലാവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഈ പ്രകൃതിയുടെ ഈ ഒരു മാറ്റത്തിലേക്ക് എത്തിച്ചത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. വളരെ നന്ദി ശ്രീ റഹീം പ്രതികരിച്ചതിന്. കാലാവസ്ഥാ മാറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ സംസാരിച്ചത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.